നമസ്കാരം. ഗുജറാത്തിലെ സൂറത്തിൽ ഉദ്ഘാടനത്തിന് മുൻപേ കൂറ്റൻ ജലസംഭരണി തകർന്നു വീണു. 21 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണിയാണ് തകർന്ന് തരിപ്പണമായത്. ഗെയ്പാഗ്ല ജലവിതരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ജലസംഭരണിയാണ് കപ്പാസിറ്റി ടെസ്റ്റിനിടെ നിലംപൊത്തിയത്. 3 തൊഴിലാളികൾക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാന ഭരണകൂടത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവം വിവാദമായതോടെ പോലീസ് ക്രിമിനൽ കേസെടുത്തു. കരാറുകാരും സർക്കാർ ഉദ്യോഗസ്ഥരുമടക്കം 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 33 ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് തഡ്കേശ്വർ ഗ്രാമത്തിൽ 15 മീറ്റർ ഉയരത്തിലുള്ള ജലസംഭരണി നിർമ്മിച്ചത്. തിങ്കളാഴ്ച എഞ്ചിനീയർമാർ ജലസംഭരണിയുടെ ശേഷി അറിയാൻ പരിശോധന നടത്തുകയായിരുന്നു. 9 ലക്ഷത്തോളം ലിറ്റർ വെള്ളമാണ് ഈ സമയം ജലസംഭരണിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പരിശോധനയ്ക്കിടെ ജലസംഭരണി ചോരുകയും പിന്നാലെ തകർന്നു വീഴുകയുമായിരുന്നു. അവശിഷ്ടങ്ങളിൽ നിന്ന് സിമന്റ് പാളികൾ അടർന്നു വീണു. 21 കോടി മുടക്കി നിർമ്മിച്ച ജലസംഭരണി തകർന്നതോടെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാലാണ് ജലസംഭരണി നിലം പൊത്തിയത് എന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ചെലവ് ചുരുക്കുന്നതിനും ഫണ്ട് തട്ടിയെടുക്കുന്നതിനുമായി കരാറുകാരൻ മെറ്റീരിയലിന്റെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തതായി ഗ്രാമവാസികൾ ആരോപിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ IG പ്രവീർ സിംഗ്, SP രാജേഷ് ഗദിയ എന്നിവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 7 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. തുടർന്നാണ് കരാറുകാരടക്കം 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയന്തി സ്വരൂപ് എന്ന ഏജൻസിക്കാണ് കരാർ നൽകിയത്. ജയന്തി സൂപ്പർ കൺസ്ട്രക്ഷൻസ് കോൺട്രാക്ടർ ബാബുഭായ് അംബാലാൽ പട്ടേൽ 61 വയസ്സ്, പാർട്ണർ ജാസ്മിൻ ഭായ് ബാബുഭായ് പട്ടേൽ 32 വയസ്സ്, സൈറ്റ് എഞ്ചിനീയർ ബവാൽ ഭായ് റത്തിലാൽ പട്ടേൽ 35 വയസ്സ്, മാനേജ്മെന്റ് പാർട്ണർ ജയന്തി ഭായ് അംബാലാൽ പട്ടേൽ 61 വയസ്സ്, മാർസ് പ്ലാനിംഗ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ബാബുഭായ് മണിലാൽ പട്ടേൽ, സൈറ്റ് സൂപ്പർവൈസർ ജിഗർഭായ് പ്രജാപതി, ജലവിതരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അങ്കിതാഭായ് ഗരാസിയ 42 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. ജലവിതരണ വകുപ്പിലെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ് സോമാഭായ് ചൌധരിയും കേസിൽ പ്രതിയാണ്. ഇദ്ദേഹം പക്ഷേ ഒളിവിലാണ്. സംഭവവുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഈയൊരു സംഭവത്തിൽ കുറ്റക്കാരായവരെ ഉടനടി അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന് സംസ്ഥാന സർക്കാർ നൽകിയ നിർദ്ദേശം.